വൺ ടച്ച് പാസുകളിലൂടെ മുന്നേറുന്ന പ്ലേയിങ് സ്റ്റൈലിനോട് അഡാപ്റ്റ് ആയതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവാൻ വുക്കുമനോവിച്ചിന് കിരീടമൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും ഇവാന്റെ പ്ലേയിങ് സ്റ്റൈൽ കളിക്കാർക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുന്നതായിരുന്നു. സൂപ്പർ കപ്പിലെ കാറ്റാലയുടെ ആദ്യ മത്സരത്തിലെ രണ്ടാം പകുതിയിൽ വൺ ടച്ച് ഷോട്ട് പാസുകളുടെ രീതി വർക്കായി. സ്റ്റഹറയാണെങ്കിലും കാറ്റാലയാണെങ്കിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തിനും ലോങ് ബോളുകൾക്കുമാണ്. ഏറ്റവും നന്നായി ലോങ് ബോൾ വിങ്ങിൽ കണക്ട് ചെയ്യുന്നത് നോവ ആയതുകൊണ്ട് അറ്റാക്ക് ഏറെയും നോവയിലൂടെയാകുന്നു. യെസൂസ് നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഉണ്ടെങ്കിലും നോവയിലേക്ക് ലോങ് ബോൾ ഇടുക എന്ന തന്ത്രം കൃത്യമായി മോഹൻ ബഗാനെതിരെ നടന്നില്ല. ലോങ് ബോളുകൾ വർക്കാകാതെ കളിക്കാരുടെ മോട്ടിവേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്ലാനിങ്ങിനേക്കാൾ നല്ലത് ഇവാൻ ആശാനെയോ അതുപോലെ ഒരു കോച്ചിന്റെ വൺ ടച്ച് ഷോട്ട് പാസിന്റെ കളിശൈലിയോ ആകും നല്ലത്. സ്റ്റാറെ പോയി കഴിഞ്ഞ് TG പുരുഷോത്തമൻ കോച്ചായിരുന്നപ്പോൾ നമ്മളത് കണ്ടതാണ്. സ്റ്റാറയുടെ സിസ്റ്റത്തിൽ ഒട്ടും സന്തോഷവാനല്ലാത്ത ഒരു ലൂണയായിരുന്നു ഉള്ളത്. തോമസ് കോർസും TG പുരുഷോത്തമനും ലൂണയെ ഫ്രീ ആയി കളിപ്പിച്ചു. കാറ്റാലയുടെ ആദ്യ മത്സരത്തിൽ ഡീപ്പായിട്ട് കളിക്കുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡറുടെ റോളായിരുന്നു ലൂണയ്ക്ക്. ലൂണയെപ്പോലൊരു താരത്തിന് കാറ്റാലയുടെ സിസ്റ്റത്തിൽ പരിമിതമായ ആ റോൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ലൂണ ടീം വിടാനാണ് സാധ്യത. മിക്കവാറും നോവയൊഴികെയുള്ള എല്ലാ വിദേശ താരങ്ങളും പോയി പകരം കോച്ച് പ്രിഫർ ചെയ്യുന്ന പുതിയ കളിക്കാർ എത്താനാണ് സാധ്യത. നിങ്ങൾക്ക് ഏത് പ്ലേയിങ് സ്റ്റൈലാണ് ഇഷ്ടം? ലോങ് ബോൾ ആണോ ടിക്കി ടാക്കയാണോ?